The topic is to know God deeply. Okay, God is a good God. ലൂക്കോസ് 18:18. ഒരു പ്രമാണി അവനോട്, നല്ല ഗുരുവോ, ഞാൻ നിത്യജീവൻ അവകാശമാക്കേണ്ടതിന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. നല്ല ഗുരു അതിൻ്റെ കീഴിൽ വരയിട്ടാട്ട. ദിസ് ഈസ് എ ഗുഡ് വേർഡ്, ബട്ട് ദ സെയിം ടൈം ഈസ് എ ലിമിറ്റഡ് വേർഡ്. ഇവിടെ ആ പ്രമാണി ധനികന, ദൈവത്തിൻ്റെ കൽപ്പനയെ അനുസരിക്കുന്നു, ദേവദാസന്മാരെ ആദരിക്കുന്നു, സഭയെ സഹായിക്കുന്നു. ഇവിടെ യേശുവിനെ കണ്ടിട്ട് അവൻ എന്തു പറയുന്നു? നല്ല ഗുരുവോ. ഒരു രീതിയിൽ ശരിയാ, നമ്മുടെ പിതാവ് പ്രസംഗിക്കുന്നതാ, നമ്മുടെ ദൈവം വചനം പറയുകയും അതോടൊപ്പം സഭയെ സഹായിക്കുന്നതുമാ. ഒരമ്മയെ പോലെ കാത്തു സൂക്ഷിക്കുന്നതാ. നീ പരിപാലിക്കുന്നത് പിതാവിനെ പോലെയാ. എന്നാൽ ഒരു വ്യക്തിയുടെ ഉണ്ട്, സൃഷ്ടികർത്താവ്. ഈസ് ഓൾസോ ക്രിയേറ്റർ, ഈസ് ഓൾസോ എ റിവാർഡർ. അവൻ പ്രതിഫലം തരുന്നവനാ. ആ കാര്യങ്ങൾ ആഴത്തിൽ മനസ്സിലാകുന്നില്ല, അതുകൊണ്ടായി സംഭവിച്ചത്. ഈ വ്യക്തി, ആ വ്യക്തി എന്തു ചെയ്യും? മുമ്പോട്ട് വായിച്ചാട്ട്. അതിന് യേശു, എന്നെ നല്ലവൻ എന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. ഇവിടെ ഒരു കാര്യം പറഞ്ഞു. എന്തുവാ? ഞാനല്ല നല്ലവൻ. ഞാൻ ആരാ? ഐ എം ഗോഡ് ജീസസ്. സോ ജീസസ് ഇസ് ടെല്ലിംഗ് ദിസ് മാൻ. സഭയിൽ വരുന്നുണ്ടായിരിക്കാം, സഭയിൽ ഒരു അംഗമായിരിക്കാം, അതോടൊപ്പം ജ്ഞാനവും പ്രാപിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ താങ്കൾ പരിമിതിയില്ല. എന്നെ ഉത്തമമായ ഗുരുവായിട്ടാണ് കാണുന്നത്. ദൈവമാ, കർത്താവാ. ഐ എം ഗോഡ്, ഐ എം ലിമിറ്റഡ്. എൽ ഷദായ്, ഓൾമൈറ്റി, ജായരെ ആൻഡ് ഓൾ പവർഫുൾ ഗോഡ്. അബ്രഹാമിനോട് പറഞ്ഞു, സർവശക്തനാ ഞാൻ. പ്രായം ആയാലും നീ ഒരു ബാലനെ പോലെ ആയിത്തീരും, ഒരു യൗവനക്കാരെ പോലെ ആകും. ഐ ക്യാൻ ഡു ഓൾ തിങ്സ്. ലൂക്കോസ് 18:21-26 വരെ. ഇവ ഒക്കെയും ഞാൻ ചെറുപ്പം മുതൽ കാത്തുകൊണ്ടിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞത് കേട്ടിട്ട് യേശു, ഇനിയൊരു കുറവ് നിനക്കുണ്ട്. നിനക്കുള്ളത് ഒക്കെയും വിറ്റ് ദരിദ്രന്മാർക്ക് പകർത്തു കൊടുക്കുക. എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അവൻ എത്രയും ധനവാൻ ആയതുകൊണ്ട് ഇത് കേട്ടിട്ട് അതിദുഃഖത്തിൽ ആയിത്തീരുന്നു. യേശു അവനെ കണ്ടിട്ട്, സമ്പത്തുള്ളവൻ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിയുടെ കടക്കുന്നത് എളുപ്പം എന്ന് പറഞ്ഞു. ഒത്തിരി ധനവാന്മാരുണ്ട്. അരിമത്ഥ്യയുടെ യോസഫ് അങ്ങനല്ലയോ? യേശുവിൻ്റെ ശരീരത്തെ പീലാത്തോസിനോട് ചോദിച്ചിട്ട് കൊണ്ടുപോയി. അവന് വേണ്ടി ഉണ്ടാക്കിയ കല്ലറയിൽ യേശുവിനെ, അവനാരാ? യേശുവിൻ്റെ സ്വന്തം ആള്. സ്വർഗത്തിലാണോ നരകത്തിലാണോ ഇപ്പോൾ? എവിടെ? അവിടെ എന്ത് പറഞ്ഞു? ആദ്യ വചനപ്രകാരം അവൻ നരകത്തിൽ പോകും. ഒന്നെടുത്തായിരുന്നെങ്കിൽ പൂർത്തീകരിക്കത്തില്ല, അല്ലയോ? വായിച്ചാട്ടെ. കേൾക്കുന്ന ആരുടെയാ രക്ഷ? എന്നാൽ ഒത്തിരി ശിഷ്യന്മാർ അവിടെ ഉണ്ടല്ലോ. there are some rich people. അതിനവൻ, മനുഷ്യനാൽ അസാധ്യം ദൈവത്താൽ സാധ്യമെന്ന് പറഞ്ഞു. നീ ധനവാനായിട്ടും നിന്നെ തന്നെ സമർപ്പിച്ചിട്ട് എന്നെ അനുകരിച്ചായിരുന്നെങ്കിൽ, അതോടൊപ്പം സഹായിച്ചായിരുന്നെങ്കിൽ സ്വർഗത്തിൽ കൊണ്ടുപോയനെ. അവിടെ അബ്രഹാമുണ്ട്. അബ്രഹാമിനോട് പൈസ ചോദിച്ചാൽ തരുമോ? എന്നാൽ പൈസ ഇല്ല. മകനോട് ചോദിച്ചായിരുന്നെങ്കിൽ തന്നേനെ. ഒരുക്കമാ. ദൈവം എന്തോ പറഞ്ഞു? മകൻ തരുവാൻ ഒരുക്കമാ. ഞാൻ നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രത്തെ പോലെ ആക്കും. അന്നേരം ശിഷ്യന്മാർ ഒരു കാര്യം പറഞ്ഞു. വായിച്ചാട്ട്. ഇതാ ഞങ്ങൾ സ്വന്തമായത് വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് പത്രോസ് പറഞ്ഞു. യേശു അവനോട്, ദൈവരാജ്യം നിമിത്തം വീടോ ഭാര്യയോ ഞാൻ സകലതും നിങ്ങൾക്ക് തന്നോ? സകലതും തന്നോ? ഞാൻ നിനക്ക് എന്ത് തന്നു? നീ എന്നെ സഹായിച്ചേനെയോ? നീ തന്നായിരുന്നെങ്കിൽ വെച്ചേനെയോ? ആരെയെങ്കിലും സഹായിച്ചോ നീ? ഈ ഭൂമി എന്റെയാ. പറഞ്ഞപ്പോൾ സകലതും ഉളവായി. പിതാവ് ഇപ്രകാരം കൽപ്പിച്ചു. അവൻ പറഞ്ഞു, സകലതും സംഭവിച്ചു. നിനക്കെന്നെ ഇഷ്ടമാണോ? യു ആർ എ ഫെയിൽ കാൻഡിഡേറ്റ്. എന്നാൽ അവിടെ ഒരു കാര്യമുണ്ട്, നിന്നിലൊരു കാര്യമുണ്ട്. അതവിടെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. നീ എന്ത് അംഗീകരിക്കുന്നോ അതവൻ പിടിക്കും. പത്രോസ് പറഞ്ഞു, സകലതും ഞങ്ങൾ വിട്ടു. വായിച്ചാട്ടെ. യേശു അവനോട്, ദൈവരാജ്യം നിമിത്തം വീടോ ഭാര്യയോ സഹോദരന്മാരെയോ അമ്മയപ്പന്മാരെയോ മക്കളെയോ വിട്ടുകളഞ്ഞിട്ട് ഈ കാലത്ത് തന്നെ പല മടങ്ങയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനും പ്രാപിക്കാതെ വണ്ണം ആരും നിന്റെ കുടുംബത്തെ നീ വിടുന്നു, ധനത്തെ വിടുന്നു. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി 10 ലക്ഷം മാറ്റിവെച്ചു, ഭാര്യയും കുഞ്ഞുങ്ങളെയും വിട്ടു. എന്നാൽ ഞാൻ ആ 10 ലക്ഷം രൂപ 100 കോടിയാക്കി മാറ്റി
നിന്റെ ഭാര്യയും മക്കളെയും തിരിച്ചു തന്നാൽ 100 പ്രാവശ്യം നീ അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ അനുഗ്രഹിച്ച ദൈവമാത്. ഇയ്യോബാത് കിഴക്ക് ദേശത്തിൽ അവൻ ആരായിരുന്നു? ഒരു ധനവാനായിരുന്നു. അവരുടെ മുമ്പിൽ സമർപ്പിച്ച അവർക്ക് എത്ര ശതമാനമാ ലഭിച്ചത്? 2%. ഈ ഭൂമിയിൽ പല ശതമാനം നമുക്ക് ലഭിക്കും. പറഞ്ഞാട്ട് ഒത്തിരി ശതമാനം. ഇയ്യോബിന് 2% വന്നു. സ്വർഗത്തിൽ പോയോ നരകത്തിൽ പോയോ? അങ്ങനെ ഇയ്യോബ് ധനവാനായിട്ട് എങ്ങോട്ട് പോയി? ഇവിടെ ഈ ധനവാനും ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച് ശിഷ്യന്മാരെ പോലെ അത്ഭുതങ്ങൾ ചെയ്തേരുന്നേ. അവൻ മുഖാന്തരം ദേശങ്ങൾ നഗരങ്ങൾ എല്ലാം രക്ഷിക്കപ്പെട്ടേനെ. അവന്റെ കൂടെ ലക്ഷങ്ങൾ സ്വർഗത്തിൽ പോകാനുള്ള വഴി തുറന്നു. എത്ര പേർക്ക് മനസ്സിലായി? ഇപ്പോൾ പറഞ്ഞാട്ട് ധനവാൻ സ്വർഗത്തിൽ പോകുമോ ഇല്ലയോ? നിന്റെ ജീവിതത്തിലെ സകല കാര്യങ്ങളും, ചില അവിശ്വാസ കാര്യങ്ങൾ, ചില കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നിന്നും പോകും. ലൂക്കോസ് 19:13 തൊട്ട് 27 വരെ മൊത്തം വായിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇത് പറയുന്നു. 13-ാമത്തെ വാക്യം. അവൻ 10 ദാസന്മാരെ വിളിച്ച് അവർക്ക് 10 റാത്തൽ വെള്ളി കൊടുത്ത് ഞാൻ വരുവോളം വ്യാപാരം ചെയ്തുകൊള്ളുവീൻ എന്ന് അവരോട് പറഞ്ഞു. ഓക്കെ, എവറി സർവന്റ് ഇസ് എ ഗുഡ് ബിസിനസ് മാൻ. എല്ലാ വ്യാപാരിയും നല്ല വ്യാപാരിയാ. എപ്പോൾ? ലാഭമുണ്ടാക്കുമ്പോൾ. എല്ലാ ദാസന്മാരും അവന്റെ ഒരു വ്യാപാരിയാ. എല്ലാ വ്യാപാരിയും അവന്റെ വ്യാപാരത്തെ എവിടെ കൊണ്ടുവരും? ലാഭത്തിലേക്ക്. ശരി, ലാഭത്തിൽ. രണ്ടാമത്തെ കാര്യം, ഇതിന്റെ ടോപ്പിക്കിന്റെ വ്യത്യാസമുണ്ടെന്ന് ഞാൻ പറയാം. ദൈവത്തെ കൂടുതലായിട്ട് ആഴത്തിൽ മനസ്സിലാകും. കർത്താവല്ല, കർത്താവിന്റെ മഹത്വത്തെ അവർക്ക് മനസ്സിലായില്ല. ആഴത്തിൽ മനസ്സിലായില്ല. അങ്ങനെ മനസ്സിലാകുവാൻ വേണ്ടി അവൻ അങ്ങനെ ചെയ്യുന്നത്. മൂന്നാമത്തെ പോയിന്റ്, അവിടെ കാണുന്നത് 10 ദാസന്മാർക്ക് റാത്തൽ കൊടുത്തു, വ്യാപാരം ചെയ്യാൻ പറഞ്ഞു. മുമ്പോട്ട് വായിച്ചാട്ട്. അവന്റെ പൗരന്മാരോ അവനെ പകച്ച് അവന്റെ പിന്നാലെ പ്രതിനിധികളെ അയച്ചു. പൗരന്മാർക്ക് ഇഷ്ടമല്ലായിരുന്നു, ദാസന്മാരായിരുന്നു. നോക്കിയാട്ടെ, സഭയാ. യേശുവിന് സഭ ഇഷ്ടമാണോ? ഇഷ്ടമാ. സഭയ്ക്ക് യേശുവിന് ഇഷ്ടമാണോ? ആന്നു. ജനത്തിന് ഇഷ്ടമാണോ? ഇഷ്ടമല്ല. എനിക്ക് വേണ്ട. ദ സൊസൈറ്റി മേ നോട്ട് നീഡ്. ലൂക്കോസ് 18 പ്രകാരം ജനത്തിന് അതിന്റെ ആവശ്യമില്ല. വായിച്ചാട്ടെ. അവന്റെ പൗരന്മാരോ അവനെ പകച്ച് അവന്റെ പിന്നാലെ പ്രതിനിധികളെ അയച്ചു. അവൻ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് ഞങ്ങൾക്ക് സമ്മതമല്ല എന്ന് ബോധിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ദാസൻ, ദൈവദാസന്മാർ, ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് ദൈവം എന്തു കൊടുക്കുന്നു? റാത്തൽ കൊടുക്കുന്നു. നഷ്ടത്തിലല്ലായിരിക്കും. എന്തുണ്ടാകും? ലാഭം. ഇൻ ഓൾ ഏരിയാസ് പ്രോഫിറ്റബിൾ. ഇൻ എവറി ഏരിയ. ഗുഡ് ബിസിനസ് മാൻ. എവറി ബിലീവർ ഷുഡ് ബി എ ഗുഡ് ബിസിനസ് മാൻ. പറഞ്ഞാട്ട് സകല വിശ്വാസികളും ഒരു നല്ല വ്യാപാരിയെ പോലെ ആന്നു. ആ റാത്തലുമായിട്ട് നിങ്ങൾ എന്തു ചെയ്തു? ദ ഹോളി സ്പിരിറ്റ്. പറഞ്ഞാട്ട് പരിശുദ്ധാത്മാവ്. ഹി ഗേവ് ദ ഹോളി സ്പിരിറ്റ് ടു എവറിബഡി ടു ബി പ്രോഫിറ്റബിൾ. വ്യാപാരത്തിൽ ലാഭം, കുടുംബത്തിൽ ലാഭം, സകല സ്ഥലത്തും ലാഭം തന്നെ. സകല വിഷയത്തിലും അനുഗ്രഹിക്കും അവൻ. പറയാറുണ്ട് അവിടെ ഇവിടെയും ലാഭമാ, എനിക്ക് അതും ഇതുമില്ല, അങ്ങനെ പറയാറുണ്ട്. ഈ വർഷത്തിൽ നിന്റെ അവസ്ഥയ്ക്കൊരു മാറ്റം വരും. നിനക്ക് മൈക്ക് തന്നാൽ നിന്നെ കഷ്ടങ്ങൾ, ഭാരങ്ങൾ അതല്ല, നിനക്ക് നന്മ ചെയ്ത് അത് വിളിച്ചു പറയും. അത് ലാഭത്തിനാ. എന്തിനാ മൈക്ക് തന്നത്? സാക്ഷ്യം പറയുവാൻ. മുമ്പോട്ട് വായിച്ചാട്ട്. അവൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ ഞാൻ ദ്രവ്യം കൊടുത്തിരുന്ന ദാസന്മാർ എന്തൊക്കെ ദൈവം തന്നിട്ടുണ്ട്? 10% അതിൽ അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട് ഞാൻ. ദൈവം എന്തുവാ ആഗ്രഹിക്കുന്നത്? പറഞ്ഞാട്ട് 100%, 80%, 60%, 30, 20. പറഞ്ഞാട്ട് 2%. വേറെ 1% ഉണ്ട്. എന്തുവാ? 1000%. പരിധി ഇല്ലാത്ത ഒരു അനുഗ്രഹം. എന്തുവാ അബ്രഹാമിനോട് പറഞ്ഞത്? എണ്ണിയാ തീരാത്ത അഭിഷേകവും ഉണ്ട് അവിടെ. പലരും എണ്ണിയാ തീരാത്ത അഭിഷേകത്തിൽ ഇറങ്ങും. ലിമിറ്റ്ലെസ് അനോയിന്റിങ്. There are hold 10, double, 20, 30, 100, 1000, 10,000, lakh, unlimited. ജീസസ് ക്രൈസ്റ്റ് അവന്റെ സ്വഭാവത്തിൽ. വായിച്ചാട്ട്. ഒന്നാമത്തവൻ അടുത്ത വന്നു, കർത്താവേ നീ തന്ന റാത്തലുകൊണ്ട് 10 റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ശരി. So what is the reward? The reward is royalty. ദൈവം അവന്റെ ശുശ്രൂഷയിൽ ദൈവം അത് പഠിപ്പിക്കും. എന്തുവാ? അഭ്യാസം. എന്നാൽ എപ്പോഴൊക്കെ സഭ 10% വളരുമ്പോൾ അതിൻ്റെ അർത്ഥം സഭ 10% വളർന്നിട്ടുണ്ട്. ദൈവത്തിന്, ആത്മാവിന്, വിചാരത്തില് കൂടുതൽ ശതമാനം പ്രാപിക്കുവാൻ അത് നല്ലതാ. മൈക്ക് കൊടുത്താൽ ആ സഭ കൂടുതൽ ഉപയോഗിക്കപ്പെടുവാൻ വേണ്ടി ദൈവം അപ്രകാരം ചെയ്യും. അന്നേരം സഭയ്ക്ക് എന്ത് സംഭവിക്കും?
പരിപാലനമുണ്ടാകും. എപ്പോഴൊക്കെ സഭ 10% വളരുന്നോ, സഭയുടെ പരിപാലനം അവിടെ തുടങ്ങും. കൈകൾ ഉയർത്തിയാട്ടെ. നസറേനായ യേശുവേ, ദാറ്റ് ഐ ലോർഡ് ഐ ബിലീവ് യു ടു നെക്സ്റ്റ് ലെവൽ. അടുത്ത നിലവാരത്തിൽ പോകുവാൻ ആഗ്രഹിക്കുന്നു. അതെനിക്ക് അറിയാം. ചെറുപ്പം തൊട്ട് സഭയിൽ കടന്നു വന്ന് അപ്രകാരം വളരുമായിരുന്നു. സഭയിലെ വലിയ ആൾക്കാർക്ക് ഇത് അറിയത്തില്ല. ഐ വാണ്ട് ടു നോ യു ഡീപ്പർ ലെവൽ. പരിധിയില്ലാത്ത ആ ശക്തി പ്രാപിച്ച് ആ അനുഗ്രഹത്തിൽ മുമ്പോട്ട് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. ദൈവം, എനിക്ക് ലാഭം വേണം. പലർക്കും അത് ലാഭമായി തീരട്ടെ. നിന്റെ ഹിതപ്രകാരം എൻ്റെ ജീവനെ എടുക്കണമേ. കുരിശിന്റെ രക്തത്താൽ എനിക്ക് ലാഭം ഉണ്ടാകട്ടെ. എനിക്ക് സൗഖ്യം തരണമേ, ലാഭം തരണമേ, അനുഗ്രഹിക്കണമേ, എല്ലാ നിലവാരത്തിൽ അനുഗ്രഹിക്കണമേ. നസറേനായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന ചോദിക്കുന്നു. പറഞ്ഞാട്ട് ആമേൻ, ആമേൻ.